الله والصلاة والسلام على من لا نبي بعد. صحيح ترغيب وترهيب الكتاب الصلاة മസ്ജിദിൽ പാലിക്കേണ്ട അദബുകൾ, അതിൽ പ്രത്യേകിച്ചും മസ്ജിദിൽ ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നതും അതുപോലെ കാണാതായ എന്തെങ്കിലും കാര്യം വിളിച്ചു ചോദിക്കുന്നതും അതുപോലെ വിരോധിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ ഹദീസുകളുടെ ഫസിലാണ് നമ്മൾ വായിക്കുന്നത്. അതിലടുത്ത ഹദീസിൽ ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم يبعث صاحب النخامة في القبلة يوم القيامة وهي في وجهه. മസ്ജിദിൽ ഖിബലയുടെ ഭാഗത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള മസ്ജിദുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ യൗമുൽ ഖിയാമയിൽ വരുന്നത് അവന്റെ ആ കഫം, അവൻ തുപ്പിയിട്ടുള്ളത് അവന്റെ മുഖത്തായ അവസ്ഥയിലായിരിക്കും നാളെ പരലോകത്ത് അവൻ വന്നെത്തുക. وعن أبي سهل السائب بن خلاد من أصحاب النبي صلى الله عليه وسلم قال أن رجلا أما قوما فبصق في القبلة ورسول الله صلى الله عليه وسلم ينظر. ഒരിക്കൽ ഒരു വ്യക്തി കുറച്ച് ആളുകൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. ആ സമയത്ത് ആ ഇമാം ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പയുണ്ടായി. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഫറഗ, അവർ നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലി ലക്കും ഹാദാ, ഇവൻ ഇനി നിങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കരുത്. ഇമാമായി നിന്നിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പിയ ആള് ഇനി നിങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കരുത്. ഫഅറാദ ബഅദ ദാലിക യുസല്ലി ലഹും, ആ വ്യക്തി വീണ്ടും ഒരു തവണ നിസ്കരിക്കാൻ വേണ്ടി ഇമാമായി ഉദ്ദേശിച്ചപ്പോൾ ഫമനഊഹു, ആളുകൾ സമ്മതിച്ചില്ല. വഅഖ്ബറൂഹു ബിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അറിയിച്ചു. ഫദുകിറ ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അപ്പോൾ ആ കാര്യത്തെ പറ്റി അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഹസിബ്തു അന്നഹു ഖാല ഇന്നക ആദൈത അല്ലാഹ വറസൂലഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അള്ളാഹുവിനെയും റസൂലിനെയും ഉപദ്രവിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് കാലത്ത് ആരും അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മൾ കാർപ്പറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് മസ്ജിദിൽ തന്നെ മണ്ണൊക്കെ മാറ്റിയിട്ട് തുപ്പിയിട്ട് മൂടിയിടുന്ന അവസ്ഥ ഉണ്ട്. പക്ഷെ ഇന്ന് അത്ര ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ അതിന്റെ ഗൗരവം അറിയാനാണ് ഈ ഹദീസുകൾ. وعن عبد الله بن عمر رضي الله عنهما قال أمر رسول الله صلى الله عليه وسلم رجلا يصلي بالناس الظهر. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയോട് ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫതഫല ഫിൽ ഖിബ്ലതി വഹുവ യുസല്ലി ലിന്നാസ്, അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ആ ഇമാം ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പുകയുണ്ടായി. ഫലമ്മ കാനത് സ്വലാത്തുൽ അസ്ർ, അങ്ങനെ അസ്റിന്റെ സമയമായപ്പോൾ അർസല ഇലാ ആഖർ, വേറൊരാളെ ഇമാമായി നിന്ന് അയച്ചു. ഫഅഷ്ഫഖ റജുലുൽ അവ്വൽ, അപ്പോൾ ളുഹറിന് ഇമാം എന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടായി, വിഷമായി. ഫജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, എന്നിട്ട് ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഉൻസില ഫിയ ഷൈഉൻ, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ മേലെ വല്ല വഹി ഇറങ്ങിയിട്ടുണ്ടോ, എന്നെ ഇമാമായി നിർത്തരുത് എന്ന വിഷയത്തിൽ വല്ല വഹി എന്തോ ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഇല്ല, വലാകിന്നക തഫൽത ബൈന യദൈക, പക്ഷെ നീ നിന്റെ മുൻപിലായിക്കൊണ്ട് നിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുന്ന സമയത്ത് നീ തുപ്പുകയുണ്ടായി. വഅൻത ഖായിമുൻ തഉമ്മുന്നാസ്, ജനങ്ങൾക്ക് ഇമാമായി നീ നിസ്കരിക്കുമ്പോൾ ഫആദൈത അല്ലാഹ വൽ മലായികത, നീ അള്ളാഹുവിനെയും മലക്കുകളെയും ഉപദ്രവിച്ചവനാണെന്ന് പറഞ്ഞു. അപ്പോൾ നിസ്കാരത്തിന്റെ അദബുകളിൽ അല്ലെങ്കിൽ മസ്ജിദുകളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഖിബ്ലയുടെ ഭാഗത്തേക്ക് നമ്മൾ തുപ്പാൻ പാടില്ല. ഇടത് ഭാഗത്തേക്കോ അല്ലെങ്കിൽ കാലിൻ ചുവട്ടിൽ മണ്ണിലാക്കിയിട്ട് തുപ്പി ഇതാക്കാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ കാലത്താണെങ്കിൽ ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ ആക്കിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് തുപ്പുന്നത് തെറ്റല്ല, കഫമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ആ ടിഷ്യൂലോ ടവലിലോ ആക്കിയിട്ട് നമ്മൾ ചുറ്റി നമ്മുടെ പോക്കറ്റിൽ ഇടുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. وعن أبي هريرة رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول من سمع رجلا ينشد ضالة في المسجد فليقل لا ردها الله عليك فإن المساجد لم تبن لهذا. ഇത് മറ്റൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും കേൾക്കുകയാണ്, മസ്ജിദിൽ വെച്ച് ഒരാൾ അയാൾക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനത്തിനെ വിളിച്ചു പറയുകയാണ്, അത് നഷ്ടപ്പെട്ടു, അത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ
അങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടാൽ കേൾക്കുന്നവൻ പറയട്ടെ ലാ റദ്ദഹു അല്ലാഹു അലൈക്, അള്ളാഹു നിനക്കിത് മടക്കി തരാതിരിക്കട്ടെ എന്ന്. മസ്ജിദ് അതിന് വേണ്ടിയിട്ടുള്ളതല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും ഇന്നും മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് മസ്ജിദ് എന്നുള്ളത്. അപ്പൊ ആളുകൾ അവരെ കാണാതായി പോയിട്ടുള്ള സ്വർണമോ അല്ലെങ്കിൽ ഒട്ടകമോ അല്ലെങ്കിൽ ആടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി മസ്ജിദിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ മസ്ജിദിൽ നിന്ന് ചോദിക്കും, ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ, എന്റെ ഇന്നത് കാണാതായി പോയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ മസ്ജിദിനകത്ത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നത് കേട്ടാൽ അള്ളാഹു നിനക്കത് മടക്കി തരാതിരിക്കട്ടെ എന്ന് കേൾക്കുന്ന ആൾ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മസ്ജിദിന്റെ പുറത്ത്, മസ്ജിദിന്റെ കതകിന്റെ പുറത്തായിക്കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം? അതങ്ങനെ പറയാം, ചോദിക്കാം. പക്ഷെ മസ്ജിദിനകത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. وعنه أن رسول الله صلى الله عليه وسلم قال മറ്റൊരു ഹദീസിൽ إذا رأيتم من يبيع أو يبتاع في المسجد فقولوا لا أربح الله تجارتك. നീ കാണുകയാണ് ഒരാൾ കച്ചവടം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്നത് കാണുകയാണെങ്കിൽ നീ പറയുക ലാ അർബഹ അല്ലാഹു തിജാറതക്, നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം നൽകാതിരിക്കട്ടെ. അതായത് മസ്ജിദിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. മസ്ജിദ് കച്ചവടം ചെയ്യാനുള്ള സ്ഥലമല്ല. ദിക്റിനും സ്വലാത്തിനും ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പറയണം ലാ അർബഹ അല്ലാഹു തിജാറതക്, നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ലാഭം തരാതിരിക്കട്ടെ. وإذا رأيتم من ينشد ضالة فقولوا لا ردها الله عليك. കാണാതായ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാതിരിക്കട്ടെ എന്നും പറയണം. മറ്റൊരു റിവായത്തിൽ കാണാൻ وعن بريدة رضي الله عنه أن رجلا نشد في المسجد فقال من دعا إلى الجمل الأحمر. ഒരിക്കൽ ഒരു വ്യക്തി മസ്ജിദിൽ വെച്ച് ചോദിക്കാൻ, എന്റെ ചുവന്ന ഒട്ടകം അതിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, അത് കാണാതായിട്ടുണ്ട് എന്ന് വിളിച്ചു ചോദിക്കാം. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ വജദ്ത ഇന്നമാ ബുനിയത്തിൽ മസാജിദു ലിമാ ബുനിയത് ലഹു. നിനക്കത് കണ്ടെത്താൻ സാധിക്കാതിരിക്കട്ടെ, മസ്ജിദ് എന്നുള്ളത് എന്തിനാണോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. അഥവാ ദിക്റിനും നിസ്കാരത്തിനും എല്ലാ കാര്യത്തിനു വേണ്ടിയിട്ടാണ്. അപ്പോ പുറത്തുള്ള എന്തെങ്കിലും കാണാതായ കാര്യം വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനോ ഒന്നും മസ്ജിദിൽ പാടില്ല. അതൊക്കെ മസ്ജിദിന്റെ പുറത്ത് പാടും. മസ്ജിദിന്റെ ആ പരിധിയുടെ തൊട്ടപ്പുറത്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മസ്ജിദിനകത്ത് പാടില്ല. ഇനി മറ്റൊരു അദബ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മസ്ജിദുമായി ബന്ധപ്പെട്ട് وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു إذا توضأ أحدكم في بيته, നിങ്ങളിൽ ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുത്ത് ثم أتى المسجد, മസ്ജിദിലേക്ക് വരികയാണ്, كان في الصلاة حتى يرجع, അവൻ മസ്ജിദിൽ വന്ന് മടങ്ങുന്നത് വരെ അവൻ നിസ്കാരത്തിലാണ്. നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വുളു എടുത്ത് ഒരാൾ മസ്ജിദിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ആ നിസ്കാരം കഴിയുന്നത് വരെ അവൻ നിസ്കാരത്തിലാണ്. ഫലാ യഖുൽ ഹാകദ വശബക ബൈന അസാബിഇഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈയിന്റെ വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കൈകൾ വെക്കരുത്, തശ്ബീഖുൽ യദൈ, വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ وعن كعب بن عجرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إذا توضأ أحدكم ثم خرج عامدا إلى الصلاة, നിങ്ങൾ ഒരാൾ വുളു എടുത്ത് നിസ്കാരത്തിനായിക്കൊണ്ട് മാത്രമായിട്ട് പോവുകയാണ്, ഫലാ യുശബ്ബികന്ന ബൈന യദൈഹി ഫഇന്നഹു ഫി സ്വലാത്തിൻ, അവന്റെ വിരലുകൾ തമ്മിൽ ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ ചേർത്ത് വെക്കാൻ പാടില്ല, അവൻ നിസ്കാരത്തിലാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിസ്കാരത്തിലേക്ക് വുളു എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി, ഇനി വീട്ടിൽ നിന്നല്ലെങ്കിലും അല്ലാതെ വുളു എടുത്ത് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സമയം അത്രയും വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ തീരെയും പാടില്ല. ചില ആളുകൾ അറിവില്ലാതെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാഗത്തൊക്കെ കാണുന്നതാണ്, അവർ കൈ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും, വിരൽ ഇങ്ങനെ വെക്കും, അതുപോലെ വിരൽ പൊട്ടിക്കും. ഇതൊക്കെ മക്രൂഹാണ്, വെറുക്കപ്പെട്ടുള്ള കാര്യമാണ്. മസ്ജിദിൽ വെച്ച് തന്നെ ഈ വിരലുകൾ പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കുക എന്നുള്ളത് നിസ്കാരത്തിലും മക്രൂഹാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ മസ്ജിദിലും മക്രൂഹാണ്. അപ്പൊ നിസ്കാരം കഴിയുന്നത് വരെ വുളു എടുത്ത് നിസ്കാരത്തിന് കാത്തു വെക്കുമ്പോൾ വിരലുകൾ ഇങ്ങനെ കോർത്ത് വെക്കുക എന്നുള്ളത് കറാഹത്തായിട്ടുള്ള, നഹി വന്നിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തെ കാത്തിരിക്കുന്ന ഒരാളല്ല, അയാൾ മസ്ജിദിൽ വെച്ച് കൈകൾ ഇങ്ങനെ വെച്ചു എന്നൊരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ നിസ്കാരം ളുഹർ 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കാരം സലാം വിട്ടു, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 4 റക്അത്ത് നിസ്കരിച്ചെന്ന് ഓർമ്മയിൽ, എന്നിട്ട് മാറിയിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കോർത്തു വെച്ചു എന്നൊരു ഹദീസ് ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല, അല്ലാതെ വുളു എടുത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്ന അത്ര സമയവും കൈകൾ വിരലുകൾ ഇങ്ങനെ കോർത്തു വെക്കാൻ പാടില്ല.
മറ്റൊരു വായത്തിൽ ദഖല അലയ്യ റസൂൽ കഅബ് ബിൻ ഉജ്റ എന്ന് പറയുന്നത് ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് വഖദ് ശബ്ബക്തു ബൈന അസാബിഹ് ഫഖാല. ഒരിക്കൽ കഅബ് റളിയല്ലാഹു അൻഹു കൈകൾ ഇങ്ങനെ കോർത്തു വെച്ച് മസ്ജിദിൽ നിസ്കാരം പ്രതീക്ഷിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ കഅബ്, കഅബ് ഇദാ കുൻത ഫിൽ മസ്ജിദി ഫലാ തുശബ്ബികന്ന ബൈന അസാബിഹ്, നീ മസ്ജിദിലായിരിക്കുമ്പോൾ നിന്റെ വിരലുകൾ ഇങ്ങനെ കോർത്തു വെക്കരുത്. ഫഅൻത ഫീ സ്വലാത്തിൻ മൻ തദർത സ്വലാ, നീ നിസ്കാരം കാത്തു നിൽക്കുന്ന അത്രയും നിസ്കാരത്തിലാണ്. روى عنه يعني ابن عمر الطبراني في الكبير أن النبي صلى الله عليه وسلم قال മറ്റൊരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ولا تتخذوا المساجد طرقا إلا لذكر أو صلاة, മസ്ജിദിനെ ദിക്റിനും സലാത്തിനും അല്ലാതെ വെറുതെ ഒരു വഴിയായിക്കൊണ്ട് നിങ്ങൾ എടുക്കരുത്. അഥവാ അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഒരു സ്ഥലമായിട്ട് മസ്ജിദിനെ നിങ്ങൾ എടുക്കരുത്. അവിടെ ദിക്റും നിസ്കാരത്തിനും അതുപോലുള്ള കാര്യങ്ങളുമാണ് ഒഴുകേണ്ടത്. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ് وعن عبد الله يعني ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم سيكون في آخر الزمان, അവസാന കാലത്ത് ഉണ്ടാകും ഖൗമുൻ, ഒരു കൂട്ടം, യകൂനു ഹദീസുഹും ഫീ മസാജിദിഹിം, അവർ മസ്ജിദുകളിൽ വെച്ച് സംസാരിക്കുന്ന സംസാരങ്ങൾ ലൈസ ലില്ലാഹി ഫീഹിം ഹാജത്തുൻ, അവർക്ക് അള്ളാഹുവിന് അവരെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടാവില്ല. അഥവാ ദീനിയായിട്ടുള്ള ഒരു വിഷയവുമല്ലാതെ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടം അവസാന കാലത്ത് മസ്ജിദുകളിൽ ഉണ്ടാവും. അവർ സംസാരിക്കുന്നത് ദുനിയാവ് മാത്രമായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനോ അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും ആവില്ല. അങ്ങനെയുള്ള ഒരു ആളുകൾ ഉണ്ടാകും, അവരെ കൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞു കാണാം. അപ്പൊ മസ്ജിദുകൾ അള്ളാഹുവിനെ സ്മരിക്കാനും നിസ്കാരം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലാത്ത കാര്യത്തിന് അനാവശ്യ സംസാരങ്ങളിൽ മുഴുകാൻ വേണ്ടിയല്ല. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.